വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ പിതാവിനെ ആക്രമിച്ച കേസിൽ പ്രതി പാൽരാജിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പാൽരാജ് പ്രകോപനമുണ്ടാക്കുകയായിരുന്നുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച് പാൽരാജിന്റെ കുടുംബം രംഗത്തെത്തി. അക്രമം കരുതിക്കൂട്ടിയല്ലെന്നാണ് ഇവരുടെ വാദം. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും വധിക്കണമെന്ന ഉദ്ദേശത്തോടെ കരുതിക്കുട്ടി പാൽരാജ് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അനാവശ്യ പ്രകോപനം ഉണ്ടാക്കിയത് പാൽരാജാണെന്നും എഫ്ഐആറിൽ പറയുന്നു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പാൽരാജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് തെളിവെടുപ്പ് നടത്തിയ ശേഷം പാൽരാജിനെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എന്നാൽ കേസ് അടിസ്ഥാനരഹിതമാണെന്നാരോപിച്ച പാൽരാജിന്റെ ബന്ധുക്കൾ രംഗത്തെത്തി. ഞങ്ങൾ ഓരോരുത്തരും പേടിച്ച് നടക്കുന്ന എന്റെ കെട്ടിവനെ ആരെയും അടിച്ചിട്ടുമില്ല, ആരെയും അടിക്കാൻ പോകുന്ന ആളുമല്ല. ദയവ് ചെയ്ത് ഈ കേരള ഗവൺമെന്റ് ഞങ്ങൾക്കൊരു നീതി തരണം. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. എന്റെ കുടുംബം മൊത്തം ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. അത് അച്ഛൻ തയ്ക്കുമ്പോ എപ്പോഴും അച്ഛൻ പോകുമ്പോ ബട്ടൺസ് വെക്കാൻ പോകും. അവിടെ പോയിട്ട് ഈ ബട്ടൺസ് പൊങ്ങിയിരിക്കുമ്പോ അത് കട്ട് ചെയ്യാനുള്ള സാധനമായിരുന്നു. അത് അച്ഛൻ കയ്യില് എപ്പോഴും പോയിട്ട് വരുമ്പോ കയ്യിലുണ്ടാവും. അച്ഛൻ അത്രേ ചെയ്തിട്ടുള്ളൂ. അത് മാത്രമേ ഉള്ളായിരുന്നു കയ്യില്. കത്തി ഒന്നും എടുത്തിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം കണ്ടിട്ട് വേണം പറയണ്ടേ, കാണാനൊന്നും പറഞ്ഞിട്ട് എന്താ ഇത്? ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ പിതാവ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്.